വിയറ്റ്നാമിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ഫു ക്വോക് ദ്വീപിന് സമീപം 15 ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ മരണത്തിന് ഇടയാക്കിയ സ്പീഡ് ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ബോട്ട് ക്യാപ്റ്റനെ വിയറ്റ്നാം പോലീസ് അറസ്റ്റ് ചെയ്തു. സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് 57-കാരനായ ക്യാപ്റ്റനെ ദക്ഷിണ ആങ്ജിയാങ് പ്രവിശ്യയിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശനിയാഴ്ച മേറൂട്ട് ആൻഡ് ഖോയ് ദ്വീപിന് സമീപം 32 ഇന്ത്യൻ വിനോദസഞ്ചാരികളും 3 വിയറ്റ്നാം ജീവനക്കാരും ഒരു ടൂർ ഗൈഡും സഞ്ചരിച്ച ബോട്ടാണ് ശക്തമായ തിരമാലകളിൽപ്പെട്ട് മറിഞ്ഞത്. കടലിൽ പെട്ടെന്നുണ്ടായ കാലാവസ്ഥ വ്യതിയാനവും ശക്തമായ കാറ്റുമാണ് ബോട്ടപകടത്തിന് കാരണമായതെന്ന് വിയറ്റ്നാം അധികൃതരുടെ പ്രാഥമിക വിലയിരുത്തൽ. അപകട സമയത്ത് പല സഞ്ചാരികളും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ലെന്നും ബോട്ട് മറിഞ്ഞയുടൻ ഏതാനും പേർ ബോട്ടിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നു. സമീപത്തുണ്ടായ മറ്റ് ടൂറിസ്റ്റ് ബോട്ടുകളും മറ്റ് ജെറ്റ് സ്കീകളും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തകർ 21 പേരെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി. പരിക്കേറ്റവരിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 15 പേർ സുഖം പ്രാപിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചുപോയതായി ഹനോയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. നിലവിലെ ഫ്യൂകോക്കിലെ ആശുപത്രിയിൽ ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മരിച്ച 15 ഇന്ത്യക്കാരുടെയും ഭൗതിക ശരീരങ്ങൾ ജന്മനാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ വേഗത്തിലാക്കിയതായി എംബസി അധികൃതർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.